പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഒരു സദ്വാർത്തയായിട്ടാണ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജായിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങളെ എനിക്കൊന്ന് അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈശോയ്ക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ഈശോയ്ക്ക് നമ്മളെ ഓരോരുത്തരെയും കൊണ്ട് ആവശ്യമുണ്ട്. പലപ്പോഴും പലരും പറയും, നീ ഒന്നിനും കൊള്ളില്ലാത്ത ആളാണ്, നിന്നെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റാത്ത ആളാണ്, നീ ശരിയല്ല, നീ പാപിയാണ്, നീ നല്ല സ്വഭാവമുള്ള ആളല്ല, നീ പെരുമാറാൻ അറിയാൻ പാടില്ലാത്ത ആളാണ് എന്നൊക്കെ പലതരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങളെ പറഞ്ഞ് നമ്മളെ അവഗണിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഈശോയ്ക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ഇന്നലെകളിൽ നിനക്ക് 100 തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, ഇന്നുകളിലും നിനക്ക് പിഴവുകൾ സംഭവിക്കുന്നുണ്ടാകാം. എന്നാലും ഈശോ പറയാണ്, ഈശോയ്ക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമല്ലോ, മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് മത്തായിയെ വിളിക്കുന്നത്, ചുങ്കസ്ഥലത്തിരുന്ന മത്തായിയെ, ചുങ്കക്കാരനായ മത്തായിയെ കർത്താവ് വിളിക്കുകയാണ്. എന്നിട്ട് അപ്പോസ്തലനായി മത്തായിയെ കർത്താവ് ഉയർത്താണ്. മത്തായിയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവൻ്റെ കൂടെ ചുങ്കക്കാരനായ മത്തായി മറ്റു ചുങ്കക്കാരും പാപികളും ഭക്ഷണത്തിലിരുന്നു എന്നാണ് പറയുക. അവൻ്റെ ഭക്ഷണമേശ ഒന്നും കൂടി വിസ്തൃതമായി. അവൻ്റെ ഹൃദയം, തിരുഹൃദയം, യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് സ്നേഹം എല്ലാവരെയും പുൽകി സ്വന്തമാക്കി എന്നാണ് പറയുക. എന്നിട്ട് എല്ലാവരെയും ഈശോയ്ക്ക് വേണം. എന്നിട്ട് വചനം പറയുന്നുണ്ട്, ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഈശോ വൈദ്യനാണ്. ഈശോയ്ക്ക് നിൻ്റെ പാപങ്ങളും മുറിവുകളും സുഖപ്പെടുത്താൻ കഴിയും. ഈശോയ്ക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. നീ വിലയുള്ളവനാണ്, വിലയുള്ളവളാണ്. ഈ ലോകം പറയുന്നത് കേൾക്കണ്ട. ഈശോ പറയാണ്, നീ വളരെയധികം ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ എൻ്റെ സർവസ്വമേ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാൻ പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.